പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ മെയ് 27 കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുകയും കുറേ തെളിവുകൾ അവർക്ക് പലതും കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. റെയ്ഡ് എന്തായാലും അന്ന് നടത്തിയതും അതിൻ്റെ തുടർന്നുണ്ടായ പ്രത്യാഘാതങ്ങളും അതൊക്കെ നമുക്കറിയാമല്ലോ. എന്തായാലും ആ സംഭവ വികാസത്തിനെ തുടർന്ന് CMRL ഹൈക്കോടതിയിൽ ഒരു അപ്പീലുമായി എത്തി. എന്തിനാണ് അപ്പീലുമായി എത്തിയത്? അപ്പീലെന്ന് പറയുന്നത് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് മെയ് 27 ഒരു ഉത്തരവുണ്ടായിരുന്നു. ജസ്റ്റിസ് TR രവിയാണ് ആ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പോൾ മാസപ്പടി കേസിൽ EDക്ക് അന്വേഷണം തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് മെയ് 27 ED വിജയൻ്റെ വീടും തറവാടും മരുമകൻ്റെ വീടും ഉൾപ്പെടെ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയത്. സുഹൃത്തുക്കളെ, ആ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ആ മെയ് 26 തീരുമാനം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച CMRL ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനെയാണ് CMRL സമീപിച്ചത്. ആ കേസിൽ കോടതി വിശദമായിട്ടുള്ള വാദം കേട്ടു. വാദം കേട്ടിട്ട് അതിൻ്റെ വിധി അടുത്ത വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ പരാതിക്കാരനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും വിഷയങ്ങൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് എന്ന് ഒരു അണ്ടർടേക്കിംഗ് അവരിൽ നിന്ന് കോടതി എഴുതി വാങ്ങിച്ചിട്ടുമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഈ വെള്ളിയാഴ്ച വരാൻ പോകുന്ന വിധി എന്തായിരിക്കും? ഈ കേസിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യുമോ, അതോ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്ഥിരപ്പെടുത്തുമോ, അത് ശരിയാണ് എന്ന് പ്രഖ്യാപിക്കുമോ എന്നത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കും. ഈ കേസിൽ സ്റ്റേ അനുവദിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം ഇവിടെ അവസാനിക്കും, ED അന്വേഷണം ഇവിടെ അവസാനിക്കും. എന്നാൽ ഈ കേസിൽ സ്റ്റേ ഇല്ല എന്ന് കോടതി പറയുകയും കൂടെ ചെയ്താൽ അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകും. ഒരുപക്ഷെ വീണ വിജയനെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൻ്റെ അവസാനം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് വരെ പോകാനുള്ള സാധ്യതകളുണ്ടാകും. അപ്പം അതുകൊണ്ട് വെള്ളിയാഴ്ച വരാൻ പോകുന്ന വിധി ഈ മാസപ്പടി കേസിൻ്റെ ED അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലല്ലോ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിധി എന്തായിരിക്കുമെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിക്കും. സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യമായി ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് TR രവി പുറപ്പെടുവിച്ച വിധിന്യായമുണ്ട് മെയ് 26. അത് 35 പേജിൻ്റെ ഒരു വിധിന്യായമാണ്. ആ വിധിന്യായത്തിൽ 5 കാര്യങ്ങളാണ് കോടതി പരിശോധിച്ചത്. ഒന്ന്, ഈ റിട്ട് പെറ്റീഷൻ നിലനിൽക്കുന്നതാണോ? അതായത് PMLA ആക്ട് പ്രകാരം ED CMRL കമ്പനിക്കെതിരെ സമൻസ് പുറപ്പെടുവിച്ചതിനെതിരെ അവർ കൊടുത്തിട്ടുള്ള ഈ ഹർജി നിലനിൽക്കുന്നതാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. 2, ഒരു ഷെഡ്യൂൾഡ് ഒഫൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഇല്ലാത്തിടത്തോളം PMLA ആക്ട് പ്രകാരം അന്വേഷണം ആരംഭിക്കാൻ പാടുണ്ടോ? അതാണ് രണ്ടാമത്തെ കാര്യം. 3, ഈ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പരിരക്ഷ PMLA ആക്ടിൻ്റെ അടിസ്ഥാനത്തിലും ലഭിക്കുമോ? അതാണ് ഇമ്മ്യൂണിറ്റി. അതാണ് മൂന്നാമത്. 4, ഈ PMLA ആക്ട് പ്രകാരം EDക്കുള്ള അധികാരം കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 212 പ്രകാരം SFIO നടത്തുന്ന അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ടിനെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, വെദർ ദ ഫാക്ട് ദാറ്റ് SFIO ഹാസ് ഫൈൽഡ് എ കംപ്ലയിൻറ്റ് പെൻഡിങ് ദിസ് റിട്ട് പെറ്റീഷൻ. ഈ പെറ്റീഷൻ പെൻഡിങ് ആയിരിക്കുമ്പോൾ അവർ ഫയൽ ചെയ്തിട്ടുള്ളൊരു കംപ്ലയിൻറ്റ്
ഈ റിട്ട് പെറ്റീഷൻ തീരുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ 5 കാര്യങ്ങളാണ് കോടതി പരിശോധിച്ചത്. ഈ 5 കാര്യങ്ങളിലും ഞാനതിൻ്റെ വിശദാംശങ്ങൾ സമയപരിമിതി ഞാൻ പറഞ്ഞു. ഈ 5 കാര്യങ്ങളിലും കരിമണൽ കമ്പനിക്കെതിരായി വിധിച്ചുകൊണ്ടാണ് ഈ കേസിൽ 1.5 വർഷക്കാലമായി നിലനിന്നിരുന്ന സ്റ്റേ എടുത്തു മാറ്റിക്കൊണ്ട് ED അന്വേഷണം തുടരാം എന്ന് മെയ് 26-ന് TR രവിയുടെ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത്. സുഹൃത്തുക്കളെ, ഇതിനെതിരായിട്ടാണ് CMRL ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും കൂടെ ഉള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് പോയത്. CMRL വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള സിദ്ധാർത്ഥ് ലുത്ര ഹാജരായി. അടിസ്ഥാനപരമായി അവർ ഈ സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ് അവർ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലും ഉന്നയിച്ചതെന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ആ കേസിൻ്റെ വാദം തുടങ്ങുന്ന സമയത്ത് തന്നെ CMRLന് ഒരു തിരിച്ചടി കിട്ടി. എന്താണ്? അവരാവശ്യപ്പെട്ടത് സ്റ്റേ ഈ കേസിൻ്റെ വാദം തീരുന്നത് വരെ സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടു. അതായത് സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ നിലനിർത്തിക്കൊണ്ട് വേണം ഈ കേസിൻ്റെ വാദം നടക്കാനെന്നും ഈ കേസിൻ്റെ വാദം നടന്നതിന് ശേഷം മാത്രമേ ആ സ്റ്റേ ഒഴിവാക്കാൻ പാടുള്ളൂ എന്നും അവർ ഡിവിഷൻ ബെഞ്ചിനോട് പറഞ്ഞു. ഡിവിഷൻ ബെഞ്ച് അത് അംഗീകരിച്ചില്ല. സ്റ്റേ മാറ്റിയത് അവിടെ തന്നെ നിൽക്കട്ടെ, ഞങ്ങൾ സ്റ്റേ കൊടുക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു. 2, ഈ കേസിൻ്റെ വാദത്തിനിടയിൽ പല അവസരങ്ങളിലും നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഇത് നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ രേഖകൾ EDക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കാൽ കോടതി ഈ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് CMRL ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. പക്ഷേ CMRLൻ്റെയും EDയുടെയും വാദം വിശദമായി കേട്ട കോടതി അപ്പോൾ തന്നെ വിധി പറഞ്ഞില്ല. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വിധി പറയാമെന്ന്. അത് സ്വാഭാവികമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വിശദമായിട്ടുള്ള വാദം നടന്നതാണ്. ഒരുപാട് വിധിന്യായങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാദങ്ങൾ നടന്നതാണ്. അപ്പോൾ ആ വാദം അങ്ങനെ നടന്ന സാഹചര്യത്തിൽ അതിനെല്ലാത്തിനും മറുപടി കൊടുക്കാൻ വേണ്ടി ഒരു 3 ദിവസം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി വെള്ളിയാഴ്ചത്തേക്ക് വെച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വെള്ളിയാഴ്ചത്തെ വിധി എന്താവും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ നടത്താൻ പോകുന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ സ്റ്റേ ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഞാൻ നിരീക്ഷിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ ഉന്നയിച്ചിട്ടില്ല. സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലും ഉന്നയിച്ചത്. എന്നാൽ ഈ റെയ്ഡിനെ തുടർന്ന് നടന്ന വേറെ ചില സംഭവ വികാസങ്ങളുണ്ട്. 2, ഈ റെയ്ഡിന് ആസ്പദമായി ED പറയുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഓഫീസ് 27/11/2024 മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിന് സമർപ്പിച്ച 144 പേജുള്ള റിപ്പോർട്ടിൽ ഈ വീണ വിജയനും CMRLുമായി നടത്തിയിട്ടുള്ള ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസിൻ്റെ മുഴുവൻ തെളിവുകളും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. തെളിവുകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു. ആ തെളിവുകളെല്ലാം അവർ മുദ്ര വെച്ച കവറിൽ അവർ കോടതിയിൽ ഹാജരാക്കി. അതോടൊപ്പം തന്നെ ഈ റെയ്ഡിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളും അവർ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി. അപ്പോൾ തെളിവുകൾ കൃത്യമായിട്ടുണ്ട് എന്ന് അവർ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ? കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്താൻ വന്ന ED ഉദ്യോഗസ്ഥന്മാരെ അതിക്രൂരമായി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയങ്ങൾ അവർ കോടതിയുടെ ശ്രദ്ധപ്പെടുത്തി. സ്വാഭാവികമായും അത് അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് കോടതിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ നിഗമനത്തിൽ എത്താവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ED ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട 5 പേർക്ക് കോടതി ജാമ്യം നിഷേധിച്ചു. ഇത് വധശ്രമം ആണ് എന്ന് കോടതി പറഞ്ഞു. ഇത് ആസൂത്രിതമാണ് എന്ന് കോടതി പറഞ്ഞു. ഇത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒഫൻസായിട്ട് കണക്കാക്കണം എന്ന് കോടതി പറഞ്ഞു. ഇത് ഇൻസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള കേസായിട്ട് അറ്റാക്കായിട്ട് കണക്കാക്കണം എന്നും കോടതി പറഞ്ഞു. അപ്പോൾ വളരെ ഗൗരവതരമായി ED അന്വേഷണ സംഘത്തെ അറ്റാക്ക് ചെയ്തവരെ, ആക്രമിച്ചവരെ വളരെ ഗൗരവമായി കാണും എന്നുള്ള നിലയിലുള്ളൊരു കോടതി വിധിയും അന്വേഷണ സംഘം ED കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കോടതി വാക്കാൽ തന്നെ കോടതിയുടെ ഒരു ബോധ്യം എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്.
എന്ന് മാത്രമല്ല കഴിഞ്ഞ 1-2 വർഷക്കാലമായി നിരന്തരമായി ഈ കരിമണൽ കമ്പനി SFIയുടെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും എല്ലാം അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ ഈ ED വാദത്തിൻ്റെ ഇടയിൽ കോടതിയെ ബോധിപ്പിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, ചെന്നൈ ഹൈക്കോടതിയിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, ഡൽഹി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ഒരു 2 വർഷമായി 10-24 തവണയായി ഇത് മാറ്റിവെച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ കരിമണൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളും എണ്ണി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച വരാൻ പോകുന്ന ഉത്തരവ് മാസപ്പടി കേസിൽ CMRനെതിരെയും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ED നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് മേൽ ഏർപ്പെടുത്തിയിരുന്ന സ്റ്റേ വെക്കേറ്റ് ചെയ്ത മെയ് 26 TR രവിയുടെ ജഡ്ജ്മെൻറ്റ് സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ളതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.